ഹുഫയിൽ നിങ്ങൾക്ക് കാണാം, ഒരു സ്ഥലത്ത് അതേ മാസിയത്ത് നടക്കുന്ന സ്ഥലത്ത് കടന്നു ചെല്ലൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ തെറ്റ് നടക്കുന്ന സ്ഥലത്ത് കടന്നു ചെല്ലൽ ഹറാമാണ്. അല്ലെങ്കിൽ അനിവാര്യമായ എന്തെങ്കിലും ഒരു കാരണം വേണം, തെറ്റ് ചെയ്യാൻ എന്തായാലും കടന്നുകൂടാ. തെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കടന്നു ചെല്ലണമെങ്കിൽ, ഉദാഹരണത്തിന് നമുക്കൊരു 500 രൂപയുടെ ചില്ലറ വേണം, അതൊരു കള്ള് ഷാപ്പ് കയറിയിട്ട് വാങ്ങാൻ പാടില്ല, അവിടെ കടക്കൽ ഹറാമാണ്. കള്ളൊന്നും കുടിക്കുന്നില്ല, ചില്ലറ വാങ്ങാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കടക്കൽ ഹറാമാണ്. മാസിയത്ത് നടക്കുന്ന തെറ്റ് നടക്കുന്ന സ്ഥലത്ത് കയറി ചെല്ലാൻ പാടില്ല. അല്ലെങ്കിൽ പിന്നെ കുടുങ്ങി മറിഞ്ഞു പോകണം, അത് പിന്നെ ദറൂറത്താണ്, അനിവാര്യമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ആ തെറ്റ് നടക്കുന്ന സ്ഥലത്ത് പോയി ഇരുന്നു പോയി, അല്ലെങ്കിൽ മദ്യപിച്ച ഒരു മനുഷ്യനോട് നമ്മൾ സ്നേഹം പുലർത്തി അവനുമായി സൗഹൃദം പങ്കിട്ട് പോയി, അല്ലെങ്കിൽ നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ അദ്ദേഹവുമായി നമ്മൾ സുഹൃത്ത് ബന്ധം പുലർത്തിപ്പോയി. നിസ്കരിക്കാതിരുന്നാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിസ്കരിക്കാതിരുന്നാൽ പിന്നെ ആ മനുഷ്യൻ എന്ത് വിലയാണ്? ഒരു വിലയും ഇസ്ലാമിലില്ല. അവന്റെ സ്വന്തം മകളെ അങ്കഹത്തൊക്കെ ബിന്ദി എന്ന് പറയാനുള്ള അധികാരം പോലും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം നടപ്പാകുന്ന കോടതിയും ആ നിലക്കുള്ള ഭരണവുമുള്ള സ്ഥലത്താണെങ്കിൽ അങ്കഹത്തൊക്കെ ബിന്ദി, എന്റെ മകളെ നിനക്ക് നിക്കാഹ് ചെയ്തു എന്ന് പറയാനുള്ള അധികാരം പോലും അവനില്ല. നിസ്കരിക്കാത്ത മനുഷ്യൻ അങ്ങനെയാണ്. അതേ സമയത്ത് നിസ്കരിക്കാത്ത മനുഷ്യരുമായി സൗഹൃദ ബന്ധം പാടില്ല, അത് വലിയ തെറ്റാണ്. അതുകൊണ്ടാണല്ലോ നിസ്കരിക്കാത്തവൻ സലാം ചൊല്ലിയാൽ മടക്കേണ്ടതില്ല. നിസ്കരിക്കാത്തവനെ കാണുമ്പോൾ ശുക്റിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, പന്നിയെ കാണുമ്പോൾ ശുക്റിന്റെ സുജൂദ് സുന്നത്തില്ല. പന്നി എന്ന് പറഞ്ഞ ജീവിയല്ല, നമ്മളെല്ലാവരും ഒരു മോശമായി കാണുന്ന ഒരു ജീവിയാണ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. ആ പന്നി അതിന്റെ ഇറച്ചി തിന്നാൻ പാടില്ല, അതിന് തൊട്ടാൽ തന്നെ വിഷമാണ്. ആ നിലക്കുള്ള പന്നിയെ കണ്ടാൽ പഠിച്ചവനെ അള്ളാഹുവിനെ ഒരു പന്നിയാക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ആ വകയിൽ അള്ളാഹുവിന് നന്ദിയായിട്ട് ഒരു സുജൂദ് ചെയ്യൽ സുന്നത്താണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് നിസ്കരിക്കാത്ത ഒരു മനുഷ്യനെ കണ്ടാൽ, പരസ്യമായി കള്ളു കുടിക്കുന്നവനെ കണ്ടാൽ, പരസ്യമായി വ്യഭിചരിക്കുന്നവനെ കണ്ടാൽ, പരസ്യമായി പലിശ ഏർപ്പാടുകാരനെ കണ്ടാൽ, പരസ്യമായി ബാപ്പ ഉമ്മയെ ചീത്ത വിളിക്കുന്നവനെ കണ്ടാൽ, അല്ലെങ്കിൽ ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, കൊടുവാളെടുത്ത് സ്വന്തം ഉമ്മയുടെ കഴുത്തറുത്ത് കളഞ്ഞ ചെറുപ്പക്കാരനെ കണ്ടില്ലേ? അത്തരത്തിലുള്ള വലിയ വലിയ പാതകം ചെയ്യുന്നവരെ കണ്ടാൽ, പടച്ച റബ്ബേ, എന്നെ ഇവനെ പോലെ അള്ളാഹു അതപ്പതിപ്പിച്ചിട്ടില്ലല്ലോ, എന്നെ ഇങ്ങനെ ആക്കിയിട്ടില്ലല്ലോ, ഒരു നിസ്കരിക്കാത്തവനാക്കിയിട്ടില്ലല്ലോ, എന്നെ പരസ്യമായി കള്ളു കുടിക്കുന്നവനാക്കിയിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള ചിന്തയാൽ പടച്ച റബ്ബിന് ശുക്റിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അത്ര ഗൗരവമാണ് നിസ്കരിക്കാത്തവന്റെ കാര്യം, അത്ര ഗൗരവമാണ് അത്തരത്തിലുള്ള വൻ പാപങ്ങൾ ചെയ്യുന്നവരെ കാര്യം. ഓ സുഹൃത്തുക്കളെ, അത്തരം ആളുകളുമായുള്ള സൗഹൃദ ബന്ധം പുലർത്തിയാൽ അത് തന്നെയും തെറ്റാണല്ലോ. ലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുന്നാർ. അക്രമം ചെയ്യുന്നവരിലേക്ക് നിങ്ങൾ ചായാൻ പാടില്ല. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് അതേ 1980 ഡിസംബറിലെ പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതി വെച്ചു. മുഹമ്മദ് നബി മറ്റു മനുഷ്യരെ പോലുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. നബി തങ്ങളെ നിസ്സാരപ്പെടുത്തിയതാണത്. അവര് തന്നെ എഴുതി വെച്ചു 87 ജനുവരിയിലെ പ്രബോധനത്തിൽ, പ്രവാചകന്മാരുടെ മൃതദേഹങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ്? പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ? എല്ലാ അമ്പിയാക്കളുടെയും ശരീരം മണ്ണിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് അവര് പ്രബോധനത്തിൽ എഴുതി വെച്ചു. എന്നാൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥി കാണുന്നത് എന്താണ്? വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകുൻ ഫീ മിർയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനീ ഇസ്രായീൽ. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. ആരാണ് കണ്ടുമുട്ടിയത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയെ കണ്ടുമുട്ടി എന്ന് ഖുർആൻ പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മൂസാ നബിയെ
ഹബീബ് നബി തങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? ഇമാം മുസ്ലിം റിപ്പോർട്ടിന ഹദീസിൽ കാണാം, മറർതു ബി മൂസാ ലൈലത ഉസ്രിയ ബി, ഇസ്രായിന്റെ രാത്രിയിൽ മൂസാ നബിയുടെ സമീപത്ത് കൂടിയാണ് ഞാൻ പോയത്. അങ്ങനെ മൂസാ നബിയെ സിയാറത്ത് ചെയ്യുമ്പോൾ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി, മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നു. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് പിന്നീട് ആകാശ ലോകത്ത് 6ാമത്തെ ആകാശത്തിൽ കണ്ടുമുട്ടിയത്. അവിടെ എത്ര സമയമാണ് കണ്ടത്, എന്തെല്ലാം ചർച്ചയാണ് നടന്നത്. സഹീഹുൽ ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അതുണ്ടല്ലോ. അതേപോലെ സുഹൃത്തുക്കളെ, വേറെയും ഒരുപാട് തെളിവുകൾ ഖുർആനിലും ഹദീസിലും ഉണ്ടല്ലോ. അമ്പിയാക്കളെ ശരീരം ജീർണിച്ച് നശിക്കുകയല്ല, അവർക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുക്കുകയാണ്. പക്ഷേ അമ്പിയാക്കളെ ശരീരം ജീർണിച്ച് നശിച്ചു പോയി എന്ന് പ്രബോധനക്കാരൻ, ജമാഅത്ത് ഇസ്ലാമിക്കാരൻ 87 ജനുവരിയിലെ പ്രബോധനത്തിൽ എഴുതി വെച്ചത് എന്തിനാണ്? മുസ്ലിമീങ്ങളുടെ ഈമാൻ കളയാനല്ലേ, മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനല്ലേ, ഇസ്ലാം തകർക്കാനല്ലേ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 973 നവംബറിലെ പ്രബോധനത്തിൽ ജമാഅത്തുകാരൻ എഴുതുന്നു, 3 തലാഖ് ചൊല്ലിയാൽ 3ഉം സംഭവിക്കുന്നതാണ്. എന്നാൽ 83 മെയ്യിലെ പ്രബോധനത്തിൽ ജമാഅത്തുകാരൻ എഴുതുന്നു, മൊഴി 3ഉം ചൊല്ലി എന്ന് പറഞ്ഞാൽ ഒരു മൊഴിയേ ആവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, 10 കൊല്ലത്തിനിടയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ ജിബിരിയിൽ വന്നതാണോ? അല്ലല്ലോ. അങ്ങനെ ജിബിരിയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ വരലില്ലല്ലോ. സുഹൃത്തുക്കളെ, ഇതേപോലെ ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ പഴയ കാലത്ത് എഴുതി വെക്കുന്നു, ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഖുർആനിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സക്കാത്തിന്റെ ശേഖരണ വിതരണം, സക്കാത്തിന്റെ കാര്യക്ഷമമായ ശേഖരണ വിതരണം. അത് ഭരണകൂടത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. ഏതുപോലെ? അവര് പറയുന്നു പ്രതിക്രിയകൾ പോലെ. പ്രതിക്രിയകൾ എന്ന് പറഞ്ഞാലോ, കട്ടവന്റെ കൈമുറിക്കുക, അതെ ഇങ്ങോട്ട് കാതരിഞ്ഞവന് പകരം കാതരിയുക, ഇങ്ങനെ തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷയുണ്ടല്ലോ, അതൊക്കെ ഭരണാധികാരികൾ ചെയ്യേണ്ടതാണ്, വ്യക്തികൾ ചെയ്യേണ്ടതല്ല. അതേപോലെ കമ്മിറ്റി ഉണ്ടാക്കി ചെയ്യേണ്ടതല്ല എന്ന് പ്രബോധനത്തിൽ നേരത്തെ എഴുതിയിരുന്ന അതേ കക്ഷികൾ ഇപ്പോൾ സക്കാത്ത് പിരിക്കാൻ വേണ്ടി ബൈത്തു സക്കാത്ത് ഉണ്ടാക്കിയിട്ട് മുസ്ലിമീങ്ങളെ സക്കാത്ത് തട്ടിയെടുത്തിട്ട് വലാമിലീന അലൈഹാ, അതിന് ഞങ്ങൾ കുറെ മൗലവിമാർക്ക് ഉദ്യോഗം കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ സക്കാത്തിൽ നിന്ന് എടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് മൗലവിമാർക്ക് ജോലി ഉണ്ടാക്കുകയാണ്. അതിന്റെ പുറമെ കൊണ്ടുപോയി ബാങ്കിലിട്ട് പലിശ വാങ്ങിയെടുക്കുകയാണ്. ഇതൊന്നും ഞാൻ വെറുതെ ആരോപണം പറയുന്നതല്ല, ആധികാരികമായി പറയുകയാണ്. ഇതിന്റെ എല്ലാം തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള കക്ഷികൾ, ഇതുപോലെ അല്ലാഹു കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവർ, പടച്ചവൻ ചന്തി വെച്ചു, പടച്ചവന് ചന്തിയുണ്ടെന്ന് പറയുന്നവർ, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? നാദാപുരത്ത് വന്ന് ഞാനുമായി ഗണ്ണന പ്രസംഗം നടത്തിയൊരു മൗലവിയുണ്ട്. ഷാർജയിലാണ് അദ്ദേഹത്തിന് ജോലി. അദ്ദേഹം അല്ലാഹ്ക്ക് ചന്തിയുണ്ട് എന്ന് വാദിക്കുന്നവനാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ അടുത്ത കാലത്ത് അദ്ദേഹം വേങ്ങര വന്ന് പ്രസംഗിച്ചു എന്ന് കേട്ടു. പടച്ചവന്റെ ചന്തി എന്താക്കിന്ന് എനിക്കറിയില്ല. അവന്റെ വിശ്വാസം അങ്ങനെയാണ്. അവൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, അല്ലാഹു തആല സിംഹാസനസ്ഥനായി എന്ന്. സിംഹാസനസ്ഥൻ, ആസനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ചന്തിയാണ്. അപ്പൊ അല്ലാഹു തആല ചന്തി വെച്ചു എന്നാ പറയുന്നത്. ഇങ്ങനെ പടച്ചവനെ സംബന്ധിച്ച് തോന്നിവാസം പറയുന്ന മൗലവിമാർ, ആ മൗലവിമാരുമായി സൗഹൃദ ബന്ധം പുലർത്തുന്നവർ, അത് വലിയ തെറ്റല്ലയോ? അതേ, വലിയ പാതകമല്ലയോ? അതെ, അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞില്ലേ, ലാ തർക്കനൂ ഇലല്ലദീന ളലമൂ, അക്രമം ചെയ്തിട്ടുള്ള ആളുകൾ, ക്രമം തെറ്റി ജീവിക്കുന്നവർ, ക്രമം തെറ്റി പറയുന്നവർ, അത്തരം ആളുകളിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകല്ലേ. ഫതമസ്സകുമുന്നാർ, അപ്പോൾ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. അത്തരത്തിലുള്ള തെറ്റുകൾ അറിയാതെയും അറിഞ്ഞും പലതും ചെയ്തു പോയി. ഇതുപോലെ പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ളവരെ അവഗണിച്ചു പോയി. കുട്ടികളോട് കാരുണ്യം കാണിക്കണം, കുട്ടികളോട് അതാ കാരുണ്യമില്ലാതെ ക്രൂരത ചെയ്തു പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ സഹോദരിമാരെ, ചെറിയ പിഞ്ചുമക്കളെ തല്ലല്ലേ, ചെറിയ പിഞ്ചുമക്കളെ വേദനിപ്പിക്കല്ലേ.
ഇന്നാലില്ല കുട്ടികളോട് വെറുപ്പ് പിടിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛനോട് വെറുപ്പ് പിടിച്ചിട്ട്, അല്ലെങ്കിൽ ബാപ്പയോട് വെറുപ്പ് പിടിച്ചിട്ട് ചെറിയ പിഞ്ചുമക്കളെ തീ പൊള്ളിച്ച സംഭവം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതെത്ര വലിയ പാതകമാണ്. ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. മക്കളോട്, ചെറിയ മക്കളോട് കരുണയില്ലാതെ പെരുമാറുന്നത് തെറ്റല്ലയോ? കുടുംബബന്ധം മുറിക്കുന്നത് തെറ്റല്ലയോ? കുടുംബബന്ധം ചേർക്കൽ നിർബന്ധമല്ലയോ? ഖുർആൻ തന്നെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞതല്ലയോ? അതെ, ആരും കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. കുടുംബത്തിലുള്ളവരോട് മുണ്ടാത്തവർ, കുടുംബത്തിലുള്ളവരോട് സംസാരിക്കാത്തവർ, കുടുംബത്തിലുള്ളവരെ കല്യാണത്തിന് ക്ഷണിക്കാത്തവർ, കുടുംബത്തിലുള്ളവരുമായി പിണങ്ങി നടക്കുന്നവർ, ഇന്നാലില്ലാഹി ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹീമിൻ. കുടുംബബന്ധം മുറിക്കുന്നവന് സ്വർഗ്ഗത്ത് കടക്കൂല, അവന്റെ ദുആക്ക് ഉത്തരം കിട്ടൂല. സുബ്ഹാനല്ലാഹ്. എല്ലാ ജനങ്ങൾക്കും അല്ലാഹ് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ബറാഅത്തിന്റെ രാവ്. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ, അറഫയുടെ രാവ്. ആ സമയത്ത് പോലും കുടുംബബന്ധം മുറിച്ച മനുഷ്യന്റെ ദുആക്ക് ഉത്തരം കിട്ടൂല, അവന് സ്വീകാര്യത കിട്ടൂല. കുടുംബബന്ധം ചേർക്കൽ അത്രയും പ്രധാനപ്പെട്ട ഫർളാണ്. പലപ്പോഴും കുടുംബവുമായി പിശകിപ്പോയി. ഇങ്ങനെ ഏത് തെറ്റ് ചെയ്തവരാണെങ്കിലും തെറ്റുകൾ പൊറുപ്പിക്കാനുള്ള മാർഗം എന്താണ്? ഉത്ലുബ് മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖ്ബലാ. ചെയ്ത തെറ്റിൽ മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദമുണ്ടാവുക, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അവിടെ അങ്ങ് നിർത്തുക, ഇനിമേലിലതില്ല. അതേ, പടച്ചവനോട് മനസ്സുകൊണ്ട് ഖേദിക്കുക. അതല്ലേ തൗബ എന്ന് പറയുന്നത്. അതിന്റെ പുറമെ മനുഷ്യരുമായി വല്ല അക്കടപാടുകളുമുണ്ടെങ്കിൽ, ബാധ്യതകളുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയോ ചെയ്യുക. അങ്ങനെ അങ്ങനെ പൂർണ്ണമായും തെറ്റിൽ നിന്ന് മാറി നിന്ന് വന്നുപോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിച്ച് ഇനിമേലിൽ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പ്രതിജ്ഞയെടുത്ത് അതേ മറ്റുള്ളവർക്കുള്ള ഹക്കുകൾ കൊടുത്തു വീട്ടിയോ പൊരുത്തപ്പെടിച്ചോ പടച്ചവന്റെ മുമ്പിൽ ആത്മീയമായൊരു ശുദ്ധീകരണം നേടുക. അതാണ് ഞാൻ റമദാനാകുന്ന അതിഥി വരുന്നതിന് മുമ്പ്, ലൈലത്തുൽ ബറാഅത്ത് വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് കുളിച്ച് വൃത്തിയാകണമെന്ന് പറഞ്ഞത്. തൗബയാണ് കേട്ടോ, മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഖേദമാണ് കേട്ടോ. സ്വർഗം ലഭിക്കുന്ന മഹാന്മാരുടെ വിശേഷണങ്ങൾ സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറയുമ്പോൾ അത്താഇബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഊൻ അർറാകിഊനസ് സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി വൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹ്. കുറേ വിഷയങ്ങൾ പറയുന്നു. ഒന്നാമതായി പറയുന്നത് അത്താഇബൂന, മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് തൗബ ചെയ്യുന്നവർ. പടച്ചോനെ പുറത്തുവരണേ എന്ന് നാവുകൊണ്ട് പറഞ്ഞാ പോരാ, നല്ല മനസ്സിന്റെ അടിത്തട്ടിൽ ഞാൻ ആരോടാ തെറ്റ് ചെയ്തത്, ഞാൻ ആരോടാണ് തെറ്റ് ചെയ്തത്. ഒരു SI വിളിക്കാം ആളെ പറഞ്ഞേച്ചിട്ട് ചെല്ലാൻ കഴിയാതെ വന്നപ്പോ SIന്റെ മുമ്പിലെത്തുമ്പോൾ കരയുന്ന മനുഷ്യന്മാരുണ്ട്. അതേപോലെ ബാപ്പ ഉമ്മ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ബാപ്പ പറഞ്ഞത് ചെയ്യാൻ കഴിയാത്ത മകൻ ബാപ്പ ചോദ്യം ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്നവരുണ്ട് നല്ലവരാണെങ്കിൽ. ഇതുപോലെ അതേ നാട്ടിലെ ഒരു വലിയ പ്രധാനിയാണ്, അദ്ദേഹത്തിന്റെ തൊഴിലാളിയാണ് നമ്മൾ, അദ്ദേഹം നമ്മുടെ കഫീലാണ്, സ്പോൺസറാണ്. ആ സ്പോൺസർ പറഞ്ഞ ദിവസം എത്താത്തതിന്റെ പേരിൽ പൊട്ടിക്കരയുന്ന തൊഴിലാളികളുണ്ട്. ചോദിക്കട്ടെ, ഇവരൊക്കെ അല്ലാഹുവിന്റെ അടിമകളല്ലയോ?
അവർക്കും നമുക്കും വെള്ളം തരുന്നവൻ ആരാണ്? അവരെയും നമ്മയും യഥാർത്ഥത്തിൽ ഭരിക്കുന്നവൻ ആരാണ്? അവരുടെയും നമ്മുടെയും ഉടമസ്ഥൻ ആരാണ്? നമ്മുടെ കണ്ണും കാതും തന്നവൻ ആരാണ്? കിഡ്നിയും ഹാർട്ടും തന്നവൻ ആരാണ്? ബ്രെയിനും കരളും തന്നവൻ ആരാണ്? എല്ലാ നാഡി നരമ്പുകളും തന്നവൻ ആരാണ്? അതേ രക്തവും മാംസവും തന്നവൻ ആരാണ്? എല്ലാ ചോദ്യത്തിലും ഈ പാവപ്പെട്ട എനിക്ക് മറുപടി ഒന്നേ ഉള്ളൂ, എനിക്കെന്തെല്ലാം ഉണ്ടോ എല്ലാം തന്നവൻ, എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ അല്ലാഹു വിരോധിച്ചതല്ലേ ചെയ്തു പോയത്? ഏതൊരു ജീവിയോട് അക്രമം ചെയ്തെങ്കിലും അത് തെറ്റ് തന്നെയല്ലയോ? സുബ്ഹാനല്ലാഹ്. അവൻ നോക്കരുതെന്ന് പറഞ്ഞത് അവൻ തന്ന കണ്ണുകൊണ്ട് നോക്കിപ്പോയെങ്കിൽ അത് തെറ്റ് തന്നെയല്ലയോ? അവൻ തന്ന നാവ് കൊണ്ട് ഹറാമ് സംസാരിച്ചെങ്കിൽ അത് തെറ്റ് തന്നെയല്ലയോ? അവൻ കൽപ്പിച്ച സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയല്ലയോ? ആകയാൽ എല്ലാം തന്ന റബ്ബിനോട് ചെയ്ത തെറ്റ് അത് വലിയ പാതകമല്ലയോ? അതൊന്ന് മാപ്പ് കിട്ടാൻ ആ യജമാനന്റെ മുന്നിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്കെന്റെ റബ്ബ് നിശ്ചയിച്ച മരണസമയം ഏതാണ്? അല്ലാഹ് സുബ്ഹാനല്ലാഹ്. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മെനിഞ്ഞാന്ന് പെട്ടെന്ന് മറിഞ്ഞു വീണ് മരണപ്പെട്ടു പോയി. 24 വയസ്സുള്ള മറ്റൊരാൾ അതുപോലെ മരിച്ചുപോയി. 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ കുട്ടി എന്റെ ദർസിൽ നിന്ന് പെട്ടെന്ന് വീണ് മരിച്ചുപോയി. അങ്ങനെ ഓരോരുത്തരും ചെറിയ പ്രായമുള്ളവരും വലിയ പ്രായമുള്ളവരും പെട്ടെന്ന് മരിക്കുന്നത് കാണുന്നില്ലേ? ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് ഇന്നിപ്പോൾ സംസാരിക്കുന്നു. എന്റെ ഈ സംസാരം തീരുന്നത് വരെ എനിക്ക് ഗ്യാരണ്ടി ഉണ്ടോ? നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടോ? പടച്ചവന്റെ മുന്നിലേക്ക് പോകാനുള്ള യാത്രക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങണ്ടയോ? ആ ഒരുക്കത്തിന് വേണ്ട ഏറ്റവും വലിയ കാര്യം തൗബയാണ്. ജീവിതത്തിൽ ഇതുവരെ വന്നുപോയ അപാകതകൾ അതൊന്ന് കഴുകി കിട്ടണമല്ലോ. ഏടുകളിൽ സ്ഥലം പിടിച്ചൊന്ന് മയച്ചു കിട്ടണമല്ലോ. എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് പോകുമ്പോ ഞാനൊന്ന് ശുദ്ധമായി പോകണമല്ലോ. അതിനുവേണ്ടി മനസ്സറിഞ്ഞുള്ള തൗബ വേണം. ആ തൗബയുള്ളവരെ കുറിച്ചാണ് റബ്ബ് പറയുന്നത്, പടച്ചവനോട് ഖേദിച്ച് മടങ്ങുന്ന താഹിബീങ്ങൾ, അൽ ആബിദൂൻ പടച്ചവനെ ഇബാദത്തെടുക്കുന്നവർ, നിസ്കരിക്കുന്നവർ, ഖുർആൻ ഓതുന്നവർ, സ്വലാത്ത് ചൊല്ലുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ, സദഖ നൽകുന്നവർ, നോമ്പെടുക്കുന്നവർ, അങ്ങനെ ഒരുപാട് ഇബാദത്തില്ലേ. അൽ ആബിദൂൻ ഇബാദത്തെടുക്കുന്നവർ, അൽ ഹാമിദൂൻ പടച്ച റബ്ബിനെ എപ്പോഴും സ്തുതിക്കേണ്ടവരാണ് അടിമകൾ. അവൻ ഓരോ സെക്കൻഡിലും അനുഗ്രഹം ഇങ്ങനെ തന്നതുകൊണ്ടല്ലേ എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞത്. ആ റബ്ബിനെ ഞാൻ എപ്പോഴും പുകഴ്ത്തി പറയേണ്ടതില്ലേ? അൽ ഹാമിദൂൻ പടച്ച റബ്ബിനെ സ്തുതിക്കുന്നവർ, അസ്സായിഹൂൻ പടച്ച റബ്ബിനെ നോമ്പെടുക്കുന്നവർ, അർറാകിഊന സാജിദൂൻ റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കുന്നവർ, അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നവർ, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്നവർ. ഇതെല്ലാം മനുഷ്യന്റെ കടപ്പാടല്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയുമ്പോൾ മുജാഹിദ് ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്ത്, വ്യാജ തരീഖത്ത് തുടങ്ങിയ പിഴച്ച കക്ഷികളുടെ ന്യൂനത പറയുമ്പോ ചിലർക്ക് തോന്നി മുസ്ലിംമാർക്ക് വേറെയും പണിയിൽ ഇങ്ങനെ എത്ര കുറ്റവും പറഞ്ഞു നടക്കാണ്. അല്ലല്ല, ഇത് അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുകയാണ്. അലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ നല്ല കാര്യം കൽപ്പിക്കണം, നിഷിദ്ധമായ തെറ്റായ കാര്യങ്ങൾ വിരോധിക്കണം. അത് ചെയ്യുന്നവർ അല്ലാഹു പറയാണ്, വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് പടച്ചവന്റെ അതിരുവരമ്പുകൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോൾ ഈ അടുത്ത് എന്റെ ഈ ഫോണിലുണ്ട് കുറേ ചിത്രങ്ങൾ. ആണും പെണ്ണും ഒരുമിച്ച് തുള്ളുന്നു രാവിലെ.
അന്യാണും അന്യപെണ്ണും ഒരുമിച്ച് തുള്ളുന്നു. ഒരു രണ്ട് അമുസ്ലിം സഹോദരിമാരും ഒരു മുസ്ലിം സ്ത്രീയും കൂടി സ്റ്റേജിൽ കയറിയിട്ട് പാട്ടുപാടും. പാട്ടിൽ പറയുന്നത് എന്താ? അള്ളാനോട് പറയുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഞങ്ങളെല്ലാം നിന്റെ മക്കളാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അള്ളാഹ് മക്കളുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അത് പാടുകയാണ്, വ്യായാമത്തിന്റെ പേരിലാണ് എന്നാ പറയുന്നത്. വ്യായാമത്തിന് ഇങ്ങനെ പാട്ട് പാടണോ? ആണും പെണ്ണും കൂടിക്കലർന്ന് തുള്ളണോ? വ്യായാമത്തിന് കുഫർ പാടണോ? ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പാട്ട് പാടണോ? അത് പറയുമ്പോ ചിലർ പറയും ഇവർക്ക് എല്ലാറ്റിനും വെറുപ്പാണ്. എല്ലാറ്റിനും വെറുപ്പൊന്നുമില്ല. നിങ്ങൾ അലാഹല ചൊല്ലിക്കോ, നമുക്ക് വെറുപ്പുണ്ടോ? സലാത്ത് ചൊല്ലിക്കോളി, വെറുപ്പുണ്ടോ? എന്തിന് കുഫർ പാടണം? മുസ്ലിം കുട്ടികൾ പെണ്ണുകൾ കൊണ്ട് എന്തിന് കുഫർ പാടിക്കണം? ഇസ്ലാം എന്ന് പുറത്തു പോകില്ലേ? അള്ളാഹ് മക്കളുടെ വിശ്വസിച്ചാൽ പിന്നെ ക്രിസ്ത്യാനിയും മുസ്ലിം തമ്മിൽ എന്താ വ്യത്യാസം? സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കം തന്നെ എന്താ? പടച്ചവന് മക്കളുണ്ടെന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യാനാണ് നബിയെ ഖുർആൻ ഇറക്കിയത്. മാലഹും ബിഹി മിൻ ഇൽം. പടച്ചവന് മക്കളുണ്ടെന്ന് പറയുന്നവർക്ക് ഒരു വിവരവും ഇല്ല, ഒരു തെളിവും ഇല്ല. വലാലി അബാഇഹിം. അവരുടെ പിതാക്കൾക്കും അതിലൊരു തെളിവുമില്ല, ഒരു വിവരവുമില്ല. കബറത്ത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ തൊള്ളയിൽ നിന്ന് വരുന്ന വാക്ക് വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹിനെ പറ്റി, അള്ളാഹിന്റെ മക്കൾ എന്ന സൃഷ്ടികളെ കുറിച്ച് പറയാൻ പാടില്ല. പക്ഷേ അത് മുസ്ലിം സ്ത്രീകളെ കൊണ്ട് പാടിക്കുകയാണ് വ്യായാമത്തിന്റെ പേരിൽ. വ്യായാമം വേണ്ടെന്നാരോ പറഞ്ഞോ? സുഹൃത്തുക്കളെ, അപ്പൊ പണ്ഡിതന്മാർ അവർക്ക് നല്ല കാര്യം കൽപ്പിക്കേണ്ടി വരും, തെറ്റായ കാര്യം വിരോധിക്കേണ്ടി വരും. ഖുർആൻ പറഞ്ഞതാ, കടപ്പാടാ. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ വൽഹാഫിദൂന ലിഹുദൂദില്ലാഹ്. സ്ത്രീകളെ, പുരുഷന്മാരെ അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കണം. വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. സ്ത്രീകളെ നിങ്ങളുടെ കാലിൽ പാദസരം ധരിച്ചുകൊണ്ടും കരയുന്ന ചെരുപ്പ് ധരിച്ചുകൊണ്ടും ശബ്ദമുണ്ടാക്കി ഒരാളെയും നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കരുത് കേട്ടോ. ഖുർആൻ ചെരുപ്പിന്റെ ശബ്ദം കൊണ്ട് പോലും പുരുഷന്മാരെ തിരിച്ചു നോക്കിക്കരുത്. പിന്നെയാണോ സ്ത്രീകൾ പരസ്യമായി ശരിക്കും ഔറത്ത് മറക്കാതെ അവരുടെ ശരീരം കാണിച്ചുകൊണ്ടുള്ള എന്തെല്ലാം കോപ്പിരാട്ടികളാണ് കാണിക്കുന്നത്? അപ്പോൾ അത് പറയൽ പണ്ഡിതന്മാരെ കടപ്പാടാണ്. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ വൽഹാഫിദൂന ലിഹുദൂദില്ലാഹ്. അപ്പൊ തൗബ വേണം, ഇബാദത്ത് വേണം, പടച്ചവനെ സ്തുതിക്കണം, നോമ്പെടുക്കണം, നിസ്കാരം റുക്കൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കണം, നല്ല കാര്യം കൽപ്പിക്കണം, ചീത്തക്കാര്യം വിരോധിക്കണം. അതുപോലെ പടച്ചവന്റെ അതിരുവരമ്പുകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ആള് അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. വബശ്ശിരിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. സന്തോഷം എന്താണ്? അതിന്റെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല അതാ സ്വർഗം കൊടുക്കും. ഇവിടെയുള്ള ലോകം, നമ്മുടെ ജീവിതം 100 വയസ്സ് ജീവിച്ചാൽ തന്നെ കാലം കുറെ കഴിഞ്ഞു പോയില്ലേ? ഇനിയുള്ളത് എത്ര വർഷമാണ്? ഇനിയും 100 വന്നാൽ തന്നെ 100 വർഷത്തോടെ ജീവിതം കഴിഞ്ഞില്ലേ? എന്നാൽ പരലോകത്തുള്ള ജീവിതമോ 100 കോടി കൊല്ലമല്ല, 100,000 കോടി കൊല്ലമല്ല, കോടി 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 മരണം വരെ ഞാൻ കോടി കോടി എന്ന് ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലത്തുള്ള ജീവിതമല്ലേ പാരത്രിക ലോകത്തുള്ള ജീവിതം. ആ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള രസം മതിയോ? ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള ലാഭം മതിയോ? ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള സ്ഥാനം മതിയോ? അതുകൊണ്ട് ഗൗരവത്തോടെ
ദീനിന്റെ വിഷയങ്ങൾ ചിന്തിക്കുകയും അങ്ങനെ ദീനീ ചുറ്റുപാടിലായി ജീവിച്ച് മരിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. വളരെ അകലെ വേറൊരു പരിപാടിയിൽ നേരത്തെ എങ്ങാനും എത്തേണ്ടതാണ്. നിങ്ങളൊക്കെ ഇപ്പോഴാണ് എത്തിയത്, ഞാൻ വന്നിട്ട് നിങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ മഗ്രിബിന് നിസ്കരിക്കാൻ തന്നെ ഇവിടെ എത്തിയിരുന്നു, പക്ഷെ ആളുകൾ സദസ്സിലെത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതം അള്ളാഹുവിന് തഖ്വ ചെയ്തുള്ള സാലിഹീങ്ങളുടെ ജീവിതമായി അള്ളാഹു നമുക്കാക്കി തരുമാറാകട്ടെ. ഇവിടെ വന്നപ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. നമ്മുടെ ഓർഗനൈസർ ഇവിടെയെല്ലാം വരാറുണ്ട്. വരുമ്പോൾ ഞങ്ങളെല്ലാം നല്ല സംഭാവനകൾ കൊടുക്കാറുണ്ട് എന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും ഇല്ലാത്ത വിധം നമ്മുടെ പള്ളികളും മദ്രസകളും ഒക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദും പിടിച്ചെടുത്ത് അവിടെ വലിയ വലിയ മഖ്ബറകളൊക്കെ അടിച്ച് തകർത്ത് അങ്ങനെ അവർ താണ്ഡവം നാടിയ സ്ഥലമാണ് കുറ്റ്യാടിയും പരിസരങ്ങളും. അങ്ങനെ 11 മഹല്ലിൽ ഞാനവിടെ ചെല്ലുമ്പോൾ സുന്നത്ത് ജമാഅത്തിന് നിസ്കരിക്കാൻ പള്ളിയില്ല, അറബിയിലുള്ള ഖുത്ബയില്ല, തറാവീഹ് 20 മരിച്ച വീട്ടിൽ ഖുർആനോത്തില്ല, അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് എന്താണ്? നാടകവും നൃത്തമൊക്കെ ഉണ്ട്. റബീഉൽ അവ്വൽ 12-ന് റസൂലുള്ളാഹി ജനിച്ച വിവരം തന്നെ ആരും അറിയാറില്ല. അൽഹംദുലില്ലാ, ഓല ഷെഡ് കെട്ടി തുടങ്ങിയ സിറാജുൽ ഹുദ അതിന്റെ നേതൃത്വത്തിൽ 100-ലധികം പള്ളി നിർമ്മിക്കാൻ അള്ളാഹു അവസരം തന്നു. 35ഓളം മദ്രസകൾ നിർമ്മിക്കാൻ അവസരം തന്നു. അങ്ങനെ ഒരുപാട് തന്നു. ഇപ്പോൾ 16,000-ഓളം കുട്ടികൾ പഠിക്കുന്നു. 1000-ലധികം സ്റ്റാഫുകൾ സേവനം ചെയ്യുന്നു. ഒരു മാസത്തിൽ 90 ലക്ഷം ഉറുപ്പിക ചെലവിന് വേണം. നിങ്ങളുടെ അടുക്കലൊക്കെ നമ്മൾ ഓർഗനൈസർമാര് വരുമ്പോ നിങ്ങളെല്ലാവരും കൊടുക്കുന്ന സംഭാവനയാണ് ഖുർആൻ മനഃപ്പാഠമാക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വരവ്. അതാണ് ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വരവ്. അതുപോലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള വരവ്. നിങ്ങളെല്ലാം കൊടുത്തതും കൊടുക്കുന്നതും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നേർച്ചകൾക്ക് അല്ലാഹു വലിയ ഫലം തന്നതുകൊണ്ട് 20-25 ലക്ഷം ഉറുപ്പിയൊക്കെ ചില മാസങ്ങളിൽ നേർച്ച കിട്ടാറുണ്ട്. അത് എല്ലാവരും നേർച്ചയാക്കാറുണ്ട്. സുന്നികൾ നേർച്ചയാക്കും, സുന്നികളല്ലാത്തവരും നേർച്ചയാക്കും, എല്ലാവരും നേർച്ചയാക്കും. ഫലം കിട്ടുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫലം നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ റബ്ബേ, ഈ മഖാമിൽ നടക്കുന്ന ഈ മഹത്തായ പരിപാടി ഇതേ തിരൂരിന്റെ വേറെ ഭാഗത്ത് സുബ്ഹാനല്ലാഹ് കുറെ പടക്കം പൊട്ടിച്ച് കതിന പൊട്ടിച്ച് ഉള്ള ആനയെ കൊണ്ടുവന്ന് ആൾക്കാരെയൊക്കെ ചവിട്ടിപ്പിച്ച് ചിലരെ കൊന്ന് അങ്ങനെയൊക്കെ ഉറൂസ് എന്നും പറഞ്ഞിട്ട് എന്തെല്ലാമോ തോന്നിവാസം നടക്കുന്ന സ്ഥലങ്ങൾ. അതിനു പകരം ഇൽമു പറയുന്ന സദസ്, ഭക്ഷണം കൊടുക്കുന്ന സൽക്കർമ്മം, യാസീനും ഫാത്തിഹയും ഒക്കെ ഓതുന്ന നല്ല സിയാറത്ത്, അങ്ങനെ നല്ലത് മാത്രം ചെയ്യുന്ന ഉറൂസുകൾ, നേർച്ചകൾ, അതിന് പ്രചോദനം നൽകണം. ഞാൻ നേരത്തെ പറഞ്ഞു, തെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കടന്നു ചെല്ലൽ ഹറാമാണ്. അതുകൊണ്ട് തന്നെ മഖബറയിൽ വെച്ച് തോന്നിവാസം ചെയ്യുന്നവരുണ്ടെങ്കിൽ തോന്നിവാസം ചെയ്യുന്ന സമയത്ത് അവിടെ കടന്നു ചെല്ലൽ തന്നെ ഹറാമാണ്. അതുകൊണ്ട് പിന്നെ ആന ചവിട്ടി മരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല.